ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ, അതായത് 2025 നവംബർ 21 റിലീസ് ചെയ്ത സിസു റോഡ് ടു റിവെഞ്ച് എന്ന ചിത്രമാണ്. ഒന്നാമത്തെ പാർട്ട് പോലെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇതിലുമുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചെയ്തു നോക്കാത്തത് കൊണ്ടും നമുക്കത് അനുഭവമില്ലാത്തത് കൊണ്ടും തീർച്ചയായും വിശ്വസിച്ചേ പറ്റൂ. നല്ലൊരു എന്റർടൈനർ ചിത്രമാണ്. കഥ ഇങ്ങനെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴൽ നീങ്ങിത്തുടങ്ങിയ 1946 ഒരു പ്രഭാതം. യുദ്ധം അവസാനിച്ചെങ്കിലും ഫിൻലൻഡിന് തങ്ങളുടെ കരേലിയൻ പ്രദേശത്തിന്റെ നല്ലൊരു ഭാഗം സോവിയറ്റ് യൂണിയന് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. എന്നാൽ അട്ടാമി കോർപ്പി എന്ന വയോധികൻ മാത്രം ഒഴുക്കിനെതിരെ നീന്തി. അയാൾ തന്റെ വിശ്വസ്തനായ നായയ്ക്കൊപ്പം അതിർത്തി കടന്ന് സോവിയറ്റ് മണ്ണിലേക്ക് നടന്നു. അയാളുടെ ലക്ഷ്യം പണ്ട് താൻ ഭാര്യയോടും 2 ആൺമക്കളോടൊപ്പം താമസിച്ചിരുന്ന ആ പഴയ വീടായിരുന്നു. ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട് അയാൾ പൊളിച്ചടുക്കി. ഓരോ മരത്തടിയും സൂക്ഷ്മതയോടെ ഒരു വലിയ ട്രക്കിൽ കയറ്റി. ആ വീട് ഫിൻലൻഡിലെ സുരക്ഷിതമായ ഒരിടത്ത് പുനർനിർമ്മിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതേസമയം സൈബീരിയയിലെ ഇരുണ്ട തേയിലറയിൽ നിന്ന് ക്രൂരനായ കമാൻഡർ ഇഗോർ ഡ്രാഗനോഫ് മോചിക്കപ്പെട്ടു. ഒരു KGB ഉദ്യോഗസ്ഥൻ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അട്ടാമിയുടെ കുടുംബത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഡ്രാഗനോവായിരുന്നു. ആ ക്രൂരതയാണ് അട്ടാമിയെ കോഷ്ചെ അഥവാ അമരൻ എന്നറിയപ്പെടുന്ന മരണമില്ലാത്തവനാക്കി മാറ്റിയത്. അട്ടാമിയെ വകവരുത്തിയാൽ വലിയൊരു തുക ഡ്രാഗനോവിന് കിട്ടും. കൂടാതെ ജയിൽ മോചിതനുമാകും. മരത്തടികൾ നിറച്ച ട്രക്കുമായി അട്ടാമി ഫിൻലൻഡിലേക്ക് മടക്കയാത്ര തുടങ്ങി. എന്നാൽ വഴിയിൽ ഡ്രാഗനോവും സംഘവും അവനെ കാത്തിരുന്നു. ട്രക്കിൽ വെച്ചു തന്നെ അവനെ തീർക്കാനായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ അട്ടാമി എന്ന പഴയ പട്ടാളക്കാരൻ അപകടം മണത്തു. നിമിഷനേരം കൊണ്ട് അവൻ ശത്രുക്കളെ നേരിട്ടു. അവരിൽ ഒരാളെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചത് ചെന്ന് വീണത് ഡ്രാഗനോവിന്റെ ജീപ്പിന്റെ ചില്ലിലായിരുന്നു. ചോരപ്പുഴ ഒഴുകിയ ആ പോരാട്ടത്തിനൊടുവിൽ ഡ്രാഗനോവിന് നേരെ അട്ടാമി തോക്ക് ചൂണ്ടിയെങ്കിലും അവനെ തിരിച്ചറിയാത്തതുകൊണ്ട് വെറുതെ വിട്ടു. പക്ഷേ ഡ്രാഗനോവ് വിടാൻ ഭാവമില്ലായിരുന്നു. മോട്ടോർ സൈക്കിളുകളിലെത്തിയ ഒരു വലിയ സംഘം അട്ടാമിയെ പിന്തുടർന്നു. വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അട്ടാമിയുടെ കവിളിലൊരു വെടിയുണ്ട തുളച്ചു കയറിയെങ്കിലും അവന്റെ വീര്യം കുറഞ്ഞില്ല. പിന്തുടർന്നവർ ഓരോരുത്തരായി ചതഞ്ഞരഞ്ഞും സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയും വീണു. ഇതിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അട്ടാമിക്ക് വഴി മാറി സഞ്ചരിക്കേണ്ടി വന്നു. കരയിലൂടെയുള്ള ആക്രമണം ഫലിക്കാതെ വന്നപ്പോൾ ശത്രുക്കൾ ആകാശമാർഗം തിരിഞ്ഞു. യുദ്ധവിമാനങ്ങൾ ബോംബുകളുമായി വട്ടമിട്ട് പറന്നു. ഒരു വിമാനം താഴ്ന്നു പറന്നപ്പോൾ അട്ടാമി തന്റെ ട്രക്കിന്റെ വശങ്ങളിൽ ഉരസി അതിന്റെ ചിറക് തകർത്തു. നിയന്ത്രണം വിട്ട് വിമാനം തകർന്നു വീണു. അടുത്ത വിമാനം അവരെ നേരിടാനെത്തിയപ്പോൾ അട്ടാമി ഒരു സാഹസം തന്നെ കാണിച്ചു. ട്രക്കിന്റെ കെട്ടുകൾ പൊട്ടിച്ച് മരത്തടികൾ മുന്നോട്ട് തെറിപ്പിച്ച് അതൊരു റാമ്പ് പോലെയാക്കി. പാഞ്ഞുവെന്ന വിമാനം അതിൽ തട്ടി മുകളിലേക്ക് തെറിച്ചുപോയെങ്കിലും തുടരെയുള്ള ബോംബാക്രമണത്തിൽ ട്രക്ക് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. അത് നേരെ ഒരു പുഴയിലാണ് പോയി വീണത്. അട്ടാമിയും നായയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നദിയിലൂടെ ഒഴുകിയ മരത്തടികൾ ചേർത്ത് ഒരു ചങ്ങാടമുണ്ടാക്കി അവൻ യാത്ര തുടർന്നു. കരയിൽ നിന്ന് അവനൊരു ഉപേക്ഷിക്കപ്പെട്ട ടാങ്ക് ലഭിച്ചു. അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അവൻ സോവിയറ്റ് അതിർത്തി ലക്ഷ്യമാക്കി പാഞ്ഞു. അവിടെ ഡ്രാഗനോവിന്റെ വലിയൊരു പട തന്നെ ഉണ്ടായിരുന്നു. എഞ്ചിനിലേക്ക് ഇന്ധനം വായിൽ നിറച്ച് തുപ്പി വേഗത കൂട്ടി അതിർത്തിയിൽ വെച്ച് അട്ടാമി ആ ടാങ്ക് പൊട്ടിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ടാങ്ക് പറന്നുയർന്ന് അതിർത്തി കടന്ന ഡ്രാഗനോവിന്റെ തലയ്ക്ക് മുകളിലൂടെ അപ്പുറത്തു വീണു. എന്നാൽ വീഴ്ചയിൽ അട്ടാമിക്ക് പരിക്കേറ്റു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവൻ തന്റെ നായയെ സ്വതന്ത്രമാക്കി. ഡ്രാഗനോവ് അവനെ പിടികൂടി സൈബീരിയയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറ്റി. അവിടെ വെച്ച് അട്ടാമിയെ കരണ്ട് ഘടിപ്പിച്ച ചാട്ടവാർന്നുകൊണ്ട് അടിക്കുമ്പോൾ ഡ്രാഗനോവ സത്യം വെളിപ്പെടുത്തി. നിന്റെ കുടുംബത്തെ കൊന്നത് ഞാനാണ്. നിന്റെ മൂത്ത മകൾ അവന്റെ അമ്മയും അനിയനെയും രക്ഷിക്കാൻ എനിക്ക് മുന്നിൽ ധൈര്യപൂർവ്വം നിന്നിരുന്നു. ഇത് കേട്ടതോടെ അട്ടാമിയുടെ ഉള്ളിലെ കനൽ ആളിക്കത്തി. കാവൽക്കാരെ ഓരോരുത്തരായി വകവരുത്തി. ചോര കൊണ്ട് മുടി പുറകിലേക്ക് ഒതുക്കിവെച്ച് അവൻ തന്റെ അന്തിമ പ്രതികാരത്തിന് ഇറങ്ങിത്തിരിച്ചു. ട്രെയിനിലെ ബോഗികളിലൂടെ ഉറങ്ങിക്കിടക്കുന്ന പട്ടാളക്കാർക്കിടയിലൂടെ അവൻ നിശബ്ദനായി നീങ്ങി. ഒടുവിൽ ശബ്ദം കേട്ടുണർന്ന പട്ടാളക്കാരെ അവൻ അരിഞ്ഞു തള്ളി. ബഹളം കേട്ട് ഡ്രാഗനോവ് ബോഗികൾ വേർപെടുത്തി രക്ഷപ്പെടാൻ നോക്കി. കാരണം അവന് മനസ്സിലായി, അട്ടാമി വീണ്ടും വരുന്നു. പക്ഷേ അട്ടാമി അവിടെ കണ്ടത് വലിയൊരു ബാലിസ്റ്റിക് മിസൈലായിരുന്നു. അവൻ ആ മിസൈൽ പ്രവർത്തിപ്പിച്ചു. മിസൈൽ ഇരുന്ന ബോഗി വേർപെട്ടുപോയ ഡ്രാഗനോവിന്റെ ബോഗിയിലേക്ക് അട്ടാമി മിസൈൽ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തി. തന്നെ ചതിക്കാൻ ഉദ്ദേശിച്ച KGB ഉദ്യോഗസ്ഥരെ കൊന്ന് പണവുമായിരിക്കുകയായിരുന്നു ഡ്രാഗനോവ്. ഇടിയുടെ ആഘാതത്തിൽ ജനൽ തകർത്ത് അട്ടാമി അകത്തെത്തി. പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഡ്രാഗനോവ് അട്ടാമിയെ ചവിട്ടി വീഴ്ത്തി പരിഹസിച്ചു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുപ്പിക്കളയടാ. മറുപടിയായി അട്ടാമി വായിൽ നിന്ന് തുപ്പിയത് വാക്കുകളല്ല,
മിസൈൽ ഘടിപ്പിച്ച പ്ലേറ്റിൽ നിന്ന് അഴിച്ചെടുത്ത് ഒരു ബോൾട്ടായിരുന്നു. അതോടെ നിയന്ത്രണം വിട്ട മിസൈൽ ഡ്രാഗനോവിന് നേരെ പാഞ്ഞു ചെന്നു. ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഡ്രാഗനോവിന്റെ തലയോട്ടിയിലേക്ക് അത് തുളച്ചു കയറി. വൻ സ്ഫോടനത്തോടെ എല്ലാം അവസാനിച്ചു. അവസാനം ഫിൻലൻഡിന്റെ അതിർത്തിയിൽ അട്ടാമി തിരിച്ചെത്തി. കൂടെ അവൻ വീണ്ടെടുത്ത മരത്തടികളുമുണ്ടായിരുന്നു. അതിർത്തി ഉദ്യോഗസ്ഥർ ആ ഇതിഹാസത്തെ സല്യൂട്ട് ചെയ്തു. ഫിൻലൻഡിലെ ശാന്തമായൊരിടത്ത് തിരിച്ചു കിട്ടിയ നായയ്ക്കൊപ്പം അവൻ ആ പഴയ വീട് വീണ്ടും പണിയാൻ തുടങ്ങി. സഹായിക്കാൻ വന്ന നാട്ടുകാരെ കണ്ട് യുദ്ധം തളർത്താത്ത ആ മുഖത്ത് നന്ദിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കഥ അവിടെ അവസാനിക്കുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.